ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിന്ന് വെറുതെ വീട്ടിലിരുന്നപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ മരുഭൂമിയിലോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നും വന്നതല്ല, വെറുതെ ഒന്ന് മരുഭൂമിയൊക്കെ ഒന്ന് കാണാം, കാറിലിരുന്ന് കാണാം. ജസ്റ്റ് മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വന്ന വഴി നമ്മൾ നോക്കുമ്പോൾ ഒരു ഫാം കണ്ടു, അവിടെ കയറി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂല് പോയതിനേക്കാളും ആനിമൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫാമാണെന്ന് തോന്നുന്നു. എനിക്ക് പേര് മറന്നുപോയി കേട്ടോ. ഞാൻ പേര് എന്തായാലും തമ്പനയിലിൽ ആഡ് ചെയ്തേക്കാം. പക്ഷെ പേര് മറന്നുപോയി. കയറിയപ്പോൾ എന്തോ ഒരു അറബിക് നെയിമാണ്, ദാറുൽ അങ്ങനെ എന്തോ സംതിങ് ആണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കയറിയപ്പോൾ. കങ്കാരു അങ്ങനത്തെ ആനിമൽസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കങ്കാരുവിനെ കാണുന്നത്. അങ്ങനെ കുറേ ആനിമൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് എന്താ പറയുന്നത്, മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ടു. ഇനി അകത്തോട്ട് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പ്രാവിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് ഇവിടെ ഒരു നല്ലൊരു എന്താ പറയുന്നത് വേ കണ്ടു. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഇൻട്രോ പറയുവാണ്. നമ്മുടെ നാട്ടിൻപുറത്തെ വഴികളിലൊക്കെ നടന്നു പോകുന്നത് പോലൊരു ഫീലിങ്സ് ഇവിടെ ഇങ്ങനെ നടന്നപ്പോൾ ഞാനിങ്ങനെ അത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തതാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണും. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് മരുഭൂമിയിലേക്ക് പോവുകയാണ്. ഇതായി കാണുന്നതൊക്കെ റിഫൈനറീസാണ്. ഫ്രൈഡേ കുഞ്ഞുങ്ങളെയും കൊണ്ട് വെറുതെ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. വലിയ ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉദിച്ചത്, നമുക്ക് വെറുതെ ഒന്ന് മരുഭൂമിയിൽ പോവാം. എനിക്കിങ്ങനെ മരുഭൂമിയിൽ പോയിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്നൊരാഗ്രഹം. പണ്ട് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പോയി ഇങ്ങനെ ഒരു ടൈം കഴിച്ചിട്ടുണ്ട്. ആ ഒരു റെസ്റ്റോറൻറ്റ് തിരക്കി പോയതാണ്. പക്ഷേ അതൊന്നും നമുക്ക് കണ്ടു കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ മരുഭൂമി പോകുമ്പോൾ ഇങ്ങനെ പള്ളിയും ഇങ്ങനെ വിജനമായ കുറേ സ്ഥലങ്ങളും ഒക്കെ കാണത്തുള്ളൂ. കുവൈറ്റ് ആയതുകൊണ്ട് ആകാശം മുട്ടുന്നത് പോലെ മരുഭൂമിയും ആകാശം മുട്ടുന്നത് പോലെ കടലുമാണ് കാണുന്നത്. ഇവിടെ മലകളൊന്നുമില്ലല്ലോ. എനിക്കിങ്ങനെ മരുഭൂമിയിൽ കൂടെ പോയിട്ട് സൗദി ബോർഡർ, ഇറാഖ് ബോർഡർ ഇങ്ങനെയൊക്കെ കാണണമെന്നുള്ളൊരു വട്ടൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. ഇങ്ങനെ വട്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ പോകുന്ന വഴി ഒട്ടകത്തിനെയും ചെമ്മരിയാടിനെയും ഒക്കെ കണ്ട് നിർത്തി വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. പിന്നെ നമ്മൾ പോകും വഴി കാണുന്നത് ഇലക്ട്രിസിറ്റി ലൈനും പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ പെട്ടിക്കടകളാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട് പെട്ടിക്കടകൾ. അപ്പോഴാണ് അവിടെ കുറേ ചെമ്മരിയാടുകളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ നമ്മളവിടെ നിർത്തി ചെമ്മരിയാടുകളുടെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഈ പെട്ടിക്കടകളിൽ ബോളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ബോൾ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ബോളിൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഭയങ്കര റേറ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ വാങ്ങിയില്ല. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ നേരെ മരുഭൂമിയിലേക്ക് പോയി. എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ച് സൗദി ബോർഡറിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കുറേ കുവൈറ്റീസിൻ്റെ വീടുകൾ കണ്ടു. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തപ്പിയാണ് നമ്മൾ ആദ്യം പോയത്. പിന്നെ കുറേ മരിപ്പച്ച പോലെ കുറേ ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു. ഈ മരങ്ങളുടെയൊക്കെ ബാക്കിൽ ഫാമുകളാണ്. ചെറിയ ചെറിയ കുറേ ഫാമുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും പോകുന്ന വഴിയിൽ. ഇങ്ങനെ ഒരു സൈഡ് ഫാമിൻ്റെ വീഡിയോ എടുത്തു വന്നപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത്, ദാ ഇവിടെ ഒരു പനയുടെ ഫാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ വന്നപ്പോൾ വേറൊരു കുറച്ച് ചെടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നൊരു ഫാം കണ്ടു. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി റെസ്റ്റോറൻറ്റ് കഴിച്ചിട്ട് കയറാമെന്ന് ഓർത്തു. അപ്പോൾ അവിടെ ഇങ്ങനെ JCB ഒക്കെ കിടക്കുന്ന കണ്ടതൊക്കെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തു. അങ്ങനെ വന്നപ്പോഴാണ് ദാ ഇവിടെ ഒരു ഫാമും കുറേ വണ്ടികളും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വിസിറ്റേഴ്സ് വരുന്നുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും കഴിച്ചിട്ട് വന്ന് ഈ ഫാമിൽ തന്നെ കയറാമെന്ന്. പിന്നെ ദാ ഇങ്ങനെ ചോളമാണെന്ന് തോന്നുന്നു കൃഷി ചെയ്തിട്ടിരിക്കുന്നു. ഇങ്ങനെ ആടിനും ഒട്ടകത്തിനും ഒക്കെ കൊടുക്കുന്ന പുല്ലാണ് ദാണ്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ദാ നമ്മൾ അങ്ങോട്ട് കയറുവാണ് ഫുഡ് കഴിക്കാൻ. പുറത്ത് ഇങ്ങനെ ഷവായി ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ആദ്യം കണ്ടത് ഞങ്ങൾ ഫുള്ള് വെള്ളയാണ് കണ്ടത്. കാരണം നിറയെ അവിടെ കുവൈറ്റീസ് മാത്രമേ ഉള്ളൂ, ജെൻസ് മാത്രമേ ഉള്ളൂ. നമ്മളാണ് വേറൊരു ഫാമിലി, വേറൊരു എന്താ പറയുക അതർ നാഷണാലിറ്റി എന്ന് പറഞ്ഞിട്ട് കയറുന്നത്. ബാക്കിയെല്ലാം ഫുള്ള് കുവൈറ്റീസ് ആളുകളാണ്. കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ വെള്ളം കണ്ടപ്പോഴത്തേക്ക് ആദ്യം ഒരു പേടിയോ എന്തൊക്കെയോ പോലെ കൈ നിറങ്ങാണ്ട് ഇങ്ങനെ ഇരുന്ന്. പിന്നെ നമ്മളെ കൂടാണ്ട് ഒരു മലയാളി ഫാമിലിയും കൂടെ വന്നായിരുന്നു. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരേ ഉള്ളൂ അതർ നാഷണാലിറ്റീസ്. ബാക്കിയെല്ലാം കുവൈറ്റീസ് ഇങ്ങനെ വെള്ളയൊക്കെ ഇട്ടിട്ട് അവരുടെ ആ ഒരു ഗൗൺ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാനിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ ഫഹവും എന്താ പറയുന്നത് റൈസും ആണ് ഓർഡർ ചെയ്തത്. ഇതായി മുളക് ചമ്മന്തി സൂപ്പർ
സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മുളക് ചമ്മന്തി ഉണ്ടല്ലോ, നമ്മുടെ വറ്റൽ മുളക് വെച്ചിട്ടുള്ള അതിൻ്റെ കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത് വെള്ളം ചേർത്തൊരു രൂപമായിരുന്നു. പിന്നെ ഇതാ സലാഡ് ഫ്രഷ് ലീവ്സ് ആയിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു സലാഡും. പിന്നെ മരക്ക് നമ്മളിവിടെ റൈസിൻ്റെ കൂടെയൊക്കെ കിട്ടുന്നൊരു കറിയാണ്, കിഴങ്ങ് ഇട്ടിട്ടുള്ള. പിന്നെ റൈസ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, ക്യാരറ്റ് ഫ്ലേവറൊക്കെ ഉള്ളൊരു റൈസായിരുന്നു. നമ്മൾ റൈസ് രണ്ടാമതും വാങ്ങിച്ച് കഴിച്ചു ടേസ്റ്റ് കാരണം. പിന്നെ നമ്മൾ നേരെ വന്നത് നമ്മളെ കണ്ട ഫാമിൻ്റെ അടുത്തോട്ടാണ്. ഫാമിൻ്റെ പേര് ദാറുൽ മറാഫി ഫാം എന്നാണ്. കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് കുറേ വെജിറ്റബിൾസ് ആണ്. ഇതെല്ലാം സെയിലിനാണ്, നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും. പിന്നെ താഴെ വെച്ചിരിക്കുന്നത് നമ്മൾ കുറേ വിറകിൻ്റെ പീസുകളാണ്. ഇതാണെങ്കിൽ ഈ ഗ്രില്ല് ചെയ്യാനും തണുപ്പത്തിങ്ങനെ ചൂട് കിട്ടുന്നതിനും ആയിരിക്കാം, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അതിനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മാർട്ടെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ട് നമ്മൾ അതിനകത്തോട്ട് കയറി. അപ്പോൾ അവിടെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ്ട് ഈ സൈഡിൽ കുറേ ഷൂസൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ. പിന്നെ ഇവിടെ പെൻഗിൻ്റെ രൂപത്തിലുള്ള കുറേ സംഭവങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ എന്താ പറയുന്നത്, അവർ പ്രിപ്പറേഷനിലാണ്, അതൊക്കെ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും കുഞ്ഞു കുട്ടികൾ അതിനകത്ത് കയറി കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുവാണ്. നമ്മുടെ സാൻസ്വേറിയയുടെ ചെറിയ ആ ഒരു ടൈപ്പും പിന്നെ കള്ളിമുള്ളിൻ്റെയും ഒക്കെ ടൈപ്പിലുള്ള ചെടികളുണ്ട്. ഒരു സൈഡിൽ ഐസ് സ്കേറ്റിങ്ങിൻ്റെ പരിപാടിയും ഒരു സൈഡിൽ ഫുഡ് കോർട്ടുമാണ്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ലാസ്റ്റ് ഇയറൊക്കെ അഡൽട്സിന് 2KD ഇവിടെ വാങ്ങിക്കൊണ്ടിരുന്നത് ഫീ. പിന്നെ കുട്ടികൾക്ക് ഫീ ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മളിപ്പോൾ ഒന്നും ഫീ ഒന്നും കൊടുത്തില്ല, നമ്മൾ ഫ്രീ എൻട്രൻസിലാണ് വന്നത്. അപ്പോൾ ആ പൈസയ്ക്ക് അവർ എന്താ പറയുന്നത് ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡും ഫ്രഷ് വെജിറ്റബിൾസും ഒക്കെ വാങ്ങാം, അങ്ങനെ റെഡീം ചെയ്ത് തരുമെന്നാണ് ഗൂഗിളിൽ കിടക്കുന്നത് കണ്ടത്. ഇപ്പം നമ്മളുടെ ഇതൊന്നും ഫീ ഒന്നും വാങ്ങിയിട്ടില്ല, ഇപ്പോൾ ഫ്രീ എൻട്രൻസ് ആയിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കല്യാണ ചെടി, തൂജ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ തഴപ്പൊക്കെ നെയ്യുന്ന കൈതയൊക്കെ ഉണ്ടല്ലോ, കൈതയൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടിയൊക്കെ 4KD അതിൻ്റെയൊക്കെ പ്രൈസ്. നമ്മുടെ നാട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന സംഭവങ്ങളാണ്. പിന്നെ വാഴ, മുരിങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുവാണ്. നമ്മൾ പിന്നെ ആ ഒരു ഭാഗത്തു നിന്ന് ഇറങ്ങിയിട്ട് ഫ്രണ്ടിലോട്ട് നടന്നു വരുവാണ്. ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ കയറാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഒരു വഴി കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുറേ ഒരു മിനി സൂ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കുറേ ആനിമൽസും ബേർഡ്സും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ച് കയറുവാണ്. അപ്പോൾ അവിടെ കയറുമ്പം തന്നെ അവിടെ ആദ്യം കോഴിയും പിന്നെന്താണ് തത്തയൊക്കെ ഉണ്ട്. ഇവിടെ കയറിയപ്പോൾ തന്നെ ഭയങ്കര പൊടിയും ഭയങ്കര സ്മെല്ലുമായിരുന്നു. നമ്മൾ തത്തയൊക്കെ കാണാനായിട്ട് കയറിയതാണ്, പക്ഷേ ഭയങ്കര അൺസഹിക്കബിൾ സ്മെല്ലെന്ന് പറയില്ലേ, അതുപോണക്കായിരുന്നു. അന്നേരം ഹസ്ബൻഡ് ചോദിച്ചത് ഈ പൊടി കണ്ടുകൊണ്ട് കയറണോ എന്ന് ചോദിച്ചത്. പിന്നെ ഞാൻ വെച്ചു കുറേ ആനിമൽസ് ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാമെന്ന്. കങ്കാരു ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. ഞാൻ കങ്കാരുവിനെയൊക്കെ ഫസ്റ്റ് ടൈം കാണുക. കങ്കാരു ഉണ്ടായിരുന്നു, മുയൽ, പിന്നെ പഞ്ചവർണ്ണ തത്ത, അങ്ങനെ കുറേ കോഴി, അങ്ങനെ കുറേ ബേർഡ്സും ആനിമൽസും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. കാണാനൊക്കെ ഭംഗിയാണ്, പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ പോകുന്നവരാണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ചിട്ട് പോകണം കേട്ടോ. ഞങ്ങൾക്ക് അവിടെ കയറിയിട്ട് വന്നിട്ടാന്ന് തോന്നുന്നു ഒരാഴ്ച ഞങ്ങൾ പനി പിടിച്ച് കിടപ്പായിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കുറേ രണ്ട് സൈഡിലും ഇങ്ങനെ പ്രാവുകളെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുരങ്ങനെ കണ്ടു. ആ ഒരു സ്മെല്ലും പൊടിയും ഒക്കെ ആ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വേറെ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അവിടെ കയറുമ്പോൾ മാത്രമേ നിങ്ങളൊന്ന് മാസ്ക് ഇട്ടിട്ട് പോവുക. പിന്നെ വലിയ വലിയ സൈസ് ആടുകളെയൊക്കെ കണ്ടു നമ്മൾ. Sheep. Blah, 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 black sheep. Have you any wool? Yes, sir. Yes, sir. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പശുവും ഒട്ടകത്തിനെയൊക്കെയാണ് പിന്നെ കാണാൻ പറ്റിയത്. അവിടുന്ന് തന്നെ പുല്ല് വാങ്ങി അതിനൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ കുറേ ആളുകൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു.
പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ വഴികളിലൊക്കെ ഇങ്ങനെ പ്രാവിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രാവിനെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വഴിയിൽ വന്ന് കയറി. അവിടെ നോക്കിയപ്പോൾ മതിലല്ല ഇങ്ങനെ ഒരു ചെടി പടർത്തി ഇട്ടിരിക്കുന്നത്. അതിനകത്ത് നല്ലൊരു വയലറ്റ് കളറിലെ ഒരു ഫ്ലവറും ഉണ്ട്. പിന്നെ ഇതാ ഈ വഴി നോക്കുമ്പോൾ നമുക്ക് പഞ്ചായത്ത് റോഡൊക്കെ പോലത്തെ നാട്ടിലെ തോന്നും, ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കും. ഇവിടെ ഇങ്ങനെ നല്ലൊരു എരിക്കിൻ്റെ ചെടി നിൽക്കുന്നത് കണ്ടു. പിന്നെ ഇതാ ഇവിടെ എല്ലാം കാറ്റാടിയുടെ വിറകുകൾ ഇങ്ങനെ വെച്ചിരിക്കുവാണ്. പിന്നെ ഇതാ ഈ മതിലുകളൊക്കെ കണ്ടോ, നല്ല ടൈല് വെച്ചിട്ട് നല്ലതായിട്ട് ഒരു ഭംഗിയിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പഴയ വീടുകളിലൊക്കെ കാണുന്ന പോലത്തെ ചൂട് പോലത്തെ ഒരു സംഭവം കണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ റീൽസൊക്കെ എടുക്കാനായിട്ട് നോക്കി. വാപ്പിയുടെ അടുത്ത് ആരാ ഓടിപ്പോന്നേ, ഉമ്മയുടെ അടുത്ത് ആരാ ഓടിപ്പോന്നേന്ന്. ഐസൂട്ടന് ഓടി അങ്ങ് പോയി. പക്ഷെ കുഞ്ഞിക്ക് ആ കളിയൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. കുഞ്ഞ് മൈൻഡ് ചെയ്യാതെ അങ്ങ് നടന്നു. പിന്നെ ഇതാ ഇവിടെ കുറേ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കുറേ എന്താ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ ഒന്നും ആരുമില്ല. ഫാമാണെന്ന് പറഞ്ഞിട്ടും ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ ആളുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇതാ ഈ ഒരു സൈഡിലൊക്കെ ഇതിനകത്തെല്ലാം കൃഷികളാണ്. നഴ്സറി അല്ല, നഴ്സറി എന്ന് വേണമെങ്കിൽ പറയാം. അവർ എന്താ പറയുന്നത്, കൾട്ടിവേഷനൊക്കെ ചെയ്യുന്നൊരു ഏരിയ ആണ് ഇതാ ഇവിടെ ഈ പുറകെ ഗ്രീൻ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് ഇതാ ബാക്കിൽ കണ്ടോ, ഇങ്ങനെ കുറേ പനകൾ മാത്രം വെച്ചിട്ടുണ്ട്. കുറേ പ്ലെയിൻ വഴി, പിന്നെ പ്ലെയിൻ ഇങ്ങനെ വഴിയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെയൊക്കെ എന്താ പറയുന്നത്, റോഡ് പോലെ പഞ്ചായത്ത് റോഡൊക്കെ ഇല്ലേ, അതേപോലെ നല്ല രസമുള്ള വഴിയാണ് എന്നൊക്കെ പറയുന്ന എനിക്ക് അങ്ങോട്ടൊരു വഴി. പിന്നെ ഇതാ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോവാം, പിന്നെ ഇതാ ഇങ്ങോട്ട് പോവാം. ഇവിടെ കള്ളിമുള്ളിൻ്റെയൊക്കെ ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്താണ് ഈ ഒരു ഭാഗത്ത് ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു, കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കളിച്ചുകൊണ്ടും റീൽസ് എടുക്കാൻ വേണ്ടിയൊക്കെ നോക്കി നിന്നു. അതൊക്കെ എന്തൊക്കെയോ പുതുതായിട്ട് വരാനുള്ള സംഭവങ്ങളായതുകൊണ്ട് അതൊക്കെ അവിടെ പണിയുന്നുള്ളത് പോണക്ക് തോന്നി. ഇതാ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പോണി റൈഡൊക്കെ കണ്ടു നമ്മൾ. പിന്നെ ഈ ടയർ പോലെ വെച്ചേക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ കളിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ കുഞ്ഞുങ്ങളുമായിട്ട് കളിച്ചുകൊണ്ട് നിന്നു. ഇവിടെയും വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറേ നേരം നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കിട്ടിയതുപോലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഹോഴ്സും പോണിയൊക്കെ ഇങ്ങനെ റൈഡ് ചെയ്തിട്ട് അതിങ്ങനെ തിരിച്ചു പോകുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഇതാ ഞാനും ഇങ്ങനെ റീൽസ് എടുക്കാൻ വേണ്ടി നോക്കി. ഉമ്മയുടെ അടുത്ത് ആരാ ഓടി വരുന്നതെന്ന് കുഞ്ഞ് മൈൻഡ് പോലും ചെയ്തില്ല. കുഞ്ഞൊരു പൂവും കൊണ്ട് അവിടെ ഇങ്ങനെ നിന്ന് ഐസുട്ടൻ ഓടി വന്നു. കുറേ പ്രാവശ്യം കുഞ്ഞിനെ വിളിച്ചിട്ടൊന്നും കുഞ്ഞ് വന്നില്ല. അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളുമായിട്ട് കളിച്ചുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ ഷൂസ് അങ്ങ് ഊരിപ്പോയി. പിന്നെ അതൊക്കെ ഇട്ട് പിന്നെ അവരുമായിട്ട് കുറേ സമയം ഇങ്ങനെ കളിച്ചുകൊണ്ട് നിന്നു. അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കും കളിക്കാൻ പറ്റി, നമുക്കും ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റി. അങ്ങനെ പിന്നെ ഞാൻ ടയറിനുള്ളിൽ കയറുന്നതൊക്കെ ഓൾറെഡി റീൽസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാ ഇങ്ങനെ ഈ ഒരു ഭാഗം കണ്ടപ്പോഴത്തേക്ക് പഴയ ഫിലിമിനകത്തൊക്കെ തമിഴ്നാടൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിനുള്ളിലൊക്കെ ഈ ബിൽഡിങ്ങിനുള്ളിലൊക്കെ എന്തോ വാട്ടറിൻ്റെ പരിപാടി എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇനി വരാൻ പോകുന്നതായിരിക്കും. അവരിങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ. പിന്നെ ഇതാ കുഞ്ഞുങ്ങൾ ടയറിൻ്റെ ഉള്ളിൽ വീണ്ടും കളിക്കുവാണ്. അവരങ്ങോട്ടും കയറി ഇങ്ങോട്ടും കയറി. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചെറുതിലേ നമ്മളിങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നു. ഹോഴ്സ് റൈഡ് ചെയ്യുമ്പോൾ നല്ലൊരു മ്യൂസിക്കൊക്കെ കേൾക്കാം. അതിനോടൊപ്പം ആ ആളും പാടിക്കൊണ്ട് പോകുന്നുണ്ട്. കേൾക്കാനൊക്കെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വേയിലൂടെയാണ് പോകുന്നത്. ഇത് രണ്ട് സൈഡ് നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. പിന്നെ ഇതാ ഇതൊരു ഫുഡ് കോർട്ടിൻ്റെ ഒരു വഴിയാണ്. ഇവിടെ നിറയെ ഫുഡിൻ്റെ കുറേ ഷോപ്പുകളാണ്. പിന്നെ ഇതാ ഇതൊരു ടോയ്സിൻ്റെ ഷോപ്പ്. അപ്പോൾ ഞാൻ വെറുതെ കയറി കുറേ ടോയ്സൊക്കെ കണ്ട്. ഡാൻസിങ് ക്യാക്ടസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം അതുമായിട്ടൊക്കെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിന്നു. നല്ല രസമല്ലേ അതൊക്കെ കേൾക്കാനും. ഹായ് സിനേ. കുഞ്ഞി എന്താ പരിപാടി? പോണ്ടേ കുഞ്ഞി? ഹെയ്ച്ചലോ ഹെയ്ച്ചലോ. എന്താ
ബോള് വേണോ? പിന്നെ നമ്മളവിടെ നിന്നിട്ട് നമ്മൾ ലേക്കൊക്കെ ഉള്ള ഭാഗത്തോട്ടാണ് വന്നത്. അവിടെ വന്നപ്പോൾ ഒരു കാക്കയെ കണ്ടു. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറേ കാക്കകളെ കാണാൻ പറ്റി. ഇവിടെ ഒരു കാക്ക കൂടിനകത്ത് ഇട്ടിരിക്കുന്നു. പിന്നെ മൈനയെ കണ്ടു. മൈന സംസാരിക്കുന്നതാണ്. കുറേ നേരം ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് നിന്നു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മൈനയെ കൃങ്ങണത്തി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ പറയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ നല്ല അടിപൊളി ലേക്കാണ്. അവിടെ ഒരു 4-5 അരയന്നവും ഉണ്ട്, ബ്ലാക്കും വൈറ്റും ഉണ്ട്. അപ്പം നമ്മൾ ഇതിന് മുന്നേ സൂല് വെച്ച് കണ്ടത് ബ്ലാക്ക് അരയന്നത്തിനായിരുന്നു. അതെനിക്ക് വ്യക്തമല്ലായിരുന്നു അവിടെ വെച്ച് കണ്ടപ്പോൾ. ഇവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. ഒരു കുറച്ച് വെട്ടമൊക്കെ ഉള്ള സമയം കണ്ടതുകൊണ്ട് നമ്മളൊരു സൂര്യൻ അസ്തമിക്കാറായി അവിടെ നിന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. സൂര്യനും ആ ലേക്കും അരയന്നവും കുറേ അരളിച്ചെടികളും എല്ലാം കൂടെ നല്ല രസമായിരുന്നു കാണാൻ, പനയും ഒക്കെ ആയിട്ട്. ഇവർക്ക് വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് വെള്ളത്തിലിറങ്ങാൻ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇതാ അവിടെ കുറേ തത്തകളുണ്ട്. നമ്മുടെ നാടൻ തത്തകൾ എല്ലാം സംസാരിക്കുന്നതാണ്. ഹലോ. ലേക്കും കാക്കയും മൈനയും ആടിനെയും അരയന്നത്തിനെയും തത്തയും ഒക്കെ കണ്ടിട്ട് നമ്മളിതാ ഈ ബിൽഡിങ്ങിലോട്ട് കയറി വരുമ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേണം. ഇങ്ങനൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വരുമ്പോൾ മാനും ആടും ഒക്കെ കാണാൻ പറ്റും. അവിടെയാണ് ഒട്ടകപ്പക്ഷി എല്ലാം ഉള്ളത്. അപ്പോൾ കുറേ ആടുകളും ഉണ്ട്, കുറേ മാനുകളും ഉണ്ട്, ഒരു 2 ഒട്ടകപ്പക്ഷിയും എല്ലാം ഉണ്ട് കാണാൻ. അത് നല്ല ഭംഗിയാണ്. മാനുകളെ കാണാനായിട്ട് അതിൻ്റെ കൊമ്പൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയിൽ ഓടി ഇങ്ങനെ വരും നമ്മുടെ അടുത്തോട്ട്. ഇങ്ങനെ തീറ്റ കൊടുക്കാനാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓടി വരുന്നുണ്ടത്. ഇവിടെയും ആടിനും മാനിനും എല്ലാം പുല്ല് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം കണ്ടപ്പോൾ ബാബ എന്ന് വെച്ചാൽ ബാബ ബ്ലാക്ക് ഷീപ്പില്ലേ, അപ്പോൾ അങ്ങനെ ആടാണെന്ന് വിചാരിച്ചിട്ടാണ് മാനിനെ ആടിനെയൊക്കെ കണ്ടപ്പോൾ ഇവർ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ഒക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടിരിക്കുക. സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ കണ്ട ആ പഞ്ചവർണ്ണത്തയുടെ ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് സ്മെല്ലും പൊടിയും ഒക്കെ ഉള്ളത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു 2 ഒട്ടകപ്പക്ഷി, 2 അല്ല 3 ഒട്ടകപ്പക്ഷി ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ അടുത്ത് നിന്നപ്പോഴത്തേക്ക് അത് ചെറുതായിട്ടൊന്ന് ഹസ്ബൻഡിനെ കൊത്തുകയും ചെയ്തു. നമ്മളത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു വയൽ പോലെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് താറാവ് കൃഷി ഇങ്ങനെയുണ്ട്. താറാവിനെ ഇങ്ങനെ അവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറിയ വയലുകളൊക്കെ പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കുറേ പുല്ലുകളും പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറേ ബിൽഡിങ്സൊക്കെ ഇങ്ങനെ അവർ പണിയുന്നുണ്ട്. ഷീറ്റൊക്കെ ഇടുന്നതും അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ പണിക്കാരും ഒക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. ഈ താറാവിനെയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ താറാവിനെയൊക്കെ വളർത്തുന്ന ആ ഒരു ഇതാണ് ഓർമ്മ വന്നത് പെട്ടെന്ന്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് പ്രാവ്, ഒരു ടവർ പോലുള്ളൊരു സംഭവത്തിൽ പ്രാവ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിനെ ഞാൻ കുറേ നോക്കി ഇങ്ങനെ വീഡിയോ എടുക്കാൻ. കുറേ അതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതും അതും എല്ലാം കൂടെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതാ ഇങ്ങനെ ഒരു ആർച്ച് പോലൊരു ഭാഗത്ത് കുറേ കാറ്റാടി മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ്. എനിക്ക് ഈ ഭാഗം കണ്ട ഫോട്ടോഷൂട്ട് ചെയ്യാനും റീൽസ് എടുക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഓർത്തുപോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെയും ഞാൻ ഓർത്തു, പഴയ നമ്മുടെ സോളാർ ഫാം ആണോ അത് റിനോവേഷൻ ചെയ്തതാണോ എന്ന്. ഞാനും ഈ യൂട്യൂബ് വീഡിയോസിനകത്തും ഫ്രണ്ട്സ് പോയ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്തിരിക്കുന്നതിനകത്തൊക്കെ കണ്ടിട്ടുള്ളൂ. അത് എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ വന്നത് ഇങ്ങനെ ഒരു ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ്. ഇങ്ങനൊരു വലിയൊരു ഷോപ്പുണ്ട്. കുറേ എന്താ പറയുക സ്വീറ്റ്സും കാര്യങ്ങളും എന്താ പറയുക ഉപ്പിലിട്ടതൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. നമ്മളും കുഞ്ഞുങ്ങളും ഒക്കെ ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ വന്ന് ഈ പൊട്ടറ്റോയുടെ ആ കോലിൽ കുത്തിയൊരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ പേരെനിക്കറിയത്തില്ല, അതും വാങ്ങി. പിന്നെ പൊട്ടറ്റോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതും വാങ്ങിയായിരുന്നു, കഴിച്ചു. പൊട്ടറ്റോ കോലിൽ കുത്തിയ സംഭവം വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എപ്പോഴും ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് ഇങ്ങ് വന്നു. പോകാൻ ഇഷ്ടമുള്ളവർ പോയി കാണണം. ഫാം നല്ല ഭംഗിയാണ്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.